ക്ലാസ്സിലെ ഫങ്ഷണൽ അനാലിസിസിലെ ഇന്നർ പ്രൊഡക്റ്റ് ആൻഡ് നോംസ് എന്ന യൂണിറ്റിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ്, നോംഡ് ലീനിയർ സ്പേസസ്, പ്രപ്പോസിഷൻസും എക്സാമ്പിൾസും നമ്മൾ എന്താണ് മെട്രിക് സ്പേസും അതിൻ്റെ ഡെഫിനിഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്തത് ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോം ഡിഫൈൻ ചെയ്യാം അല്ലേ. നമ്മൾ നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ എ നോം, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മളെ ഷോർട്സ് ഇനീക്വാലിറ്റിയുടെയും പോളറൈസേഷൻ ഐഡന്റിറ്റിയുടെയും ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലുള്ള ഇൻ ടേംസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നോമിൽ എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പാരലോഗ്രാം ലോ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു തിയറം, ആ തിയറം എന്താണ്, ഇന്നർ പ്രൊഡക്റ്റും നോമും കണ്ടിന്യൂസ് ആണെന്നുള്ള ഒരു തിയറാണ്. പിന്നെ 2 എക്സാമ്പിൾസും ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രപ്പോസിഷൻ 5 പറയുന്നത് നമുക്കൊരു എക്സ് എന്ന് പറയുന്ന നോർമൽ ലീനിയർ സ്പേസ് ഉണ്ട്. അതിൽ നമ്മളൊരു മെട്രിക് ഡിഫൈൻ ചെയ്യുന്നു. ഈ എക്സിൽ നമ്മളൊരു മെട്രിക് ഡിഫൈൻ ചെയ്യുന്നു. ആ മെട്രിക് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം ഓഫ് എക്സ് വൈ ആണ്. ഈ മെട്രിക്കിനെ നമ്മൾ മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ നോം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു നോർമൽ ലീനിയർ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, അതിലൊരു മെട്രിക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ആ മെട്രിക്കിനെ നമ്മൾ നോം എക്സ് മൈനസ് വൈ എന്നാണ് പറയുന്നത്. ഇനി റിമാർക്ക് പറയുന്നത് നമുക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ എന്താണ്, ഇൻഡ്യൂസസ് എ നോം ഇൻഡ്യൂസ് ചെയ്യും. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ അതെന്ത് ചെയ്യുന്നു, മെട്രിക്കിനെയും ആ നോം ലീനിയർ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെട്രിക് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മെട്രിക്കിന്റെ സ്ട്രക്ചേഴ്സിനെയും നമുക്ക് പറയാൻ പറ്റും. ഏതൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും എന്താണ്, നോംഡ് ലീനിയർ സ്പേസ് ആണ് അല്ലേ. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത് നോംഡ് ലീനിയർ സ്പേസ് ആണ്. അപ്പൊ നമ്മുടെ ഇതൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസുകളാണെന്ന് വിചാരിക്കുക. ഇതെല്ലാം എന്താണ്, നോംഡ് ലീനിയർ സ്പേസ് ആണ്. പക്ഷെ എല്ലാ നോംഡ് ലീനിയർ സ്പേസും എന്തല്ല, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് അല്ല. അപ്പൊ ഇതിലുള്ളത് എന്താണ്, നോംഡ് ലീനിയർ സ്പേസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാ, ഈ നോംഡ് ലീനിയർ സ്പേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക് ഡിഫൈൻ ചെയ്യാലോ. അപ്പൊ ഇതെല്ലാം മെട്രിക് സ്പേസ് ആണ്. പക്ഷെ എല്ലാ മെട്രിക് സ്പേസും നോംഡ് ലീനിയർ സ്പേസ് ആണോ, അല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഇന്നർ പ്രൊഡക്റ്റ്, ആദ്യം ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, അതിൽ നമ്മൾ എന്ത് ചെയ്തു, നോം ഡിഫൈൻ ചെയ്തു. അതിൽ നമ്മളൊരു മെട്രിക് ഡിഫൈൻ ചെയ്തു. ആദ്യം നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ്, പിന്നെന്താണ്, മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ നോം. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. പ്രപ്പോസിഷൻ 5 നമുക്ക് പ്രൂവ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പ്രപ്പോസിഷൻ 5 പ്രൂവ് ചെയ്യുന്നതാണ്. റിമാർക്ക് 3 പറയുന്നത് എക്സ് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. അതിൽ നമുക്കൊരു നോം പറയല്ലേ. എങ്ങനെ വെച്ചാൽ നോം ഇൻഡ്യൂസ്ഡ് ബൈ ആൻ ഇന്നർ പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് ഷോസ് ഇനീക്വാലിറ്റിയും പോളറൈസേഷൻ ഇനീക്വാലിറ്റിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് അത് ഇൻ ടേംസ് ഓഫ് നോം, നോമിന്റെ ടേമിൽ അത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഷോർട്സ് ഇനീക്വാലിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്, മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ വൈ. സോറി, ഇവിടെ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു, നോം ഓഫ് എക്സ് എന്താണ്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഹോൾ റൈസ് ടു 1/2 ആണെന്നുള്ളത്. ഈ ഒരു അതായത് നോം ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് ഹോൾ റൈസ് ടു 1/2 എന്നുള്ളത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഷോർട്സ് ഇനീക്വാലിറ്റി കിട്ടും. മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു നോം ഓഫ് വൈ സ്ക്വയർ, ഓർ ഇക്വലന്റ്ലി നമുക്ക് സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം ഓഫ് എക്സ് ഇൻറ്റു നോം വൈ എന്ന് എഴുതാം. ഇനി പോളറൈസേഷൻ ഐഡന്റിറ്റി പറയുന്നത് നമ്മൾ എന്താണ് പഠിച്ചത്, പോളറൈസേഷൻ ഐഡന്റിറ്റി 4 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ കോമ എക്സ് മൈനസ് വൈ പ്ലസ് ഐ ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ കോമ എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ്
എക്സ് മൈനസ് ഐ വൈ കോമ എക്സ് മൈനസ് ഐ വൈ. ഇതാണ് നമ്മൾ പഠിച്ചത്. ഈ എക്സ് പ്ലസ് വൈ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? നോം ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ്. മൈനസ് എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ കോമ എക്സ് മൈനസ് വൈ എന്നുള്ളത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ്. പ്ലസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ കോമ എക്സ് പ്ലസ് ഐ വൈ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ഐ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് ഐ വൈ കോമ എക്സ് മൈനസ് ഐ വൈനെ നമുക്ക് എന്ത് ചെയ്യാം? നോം ഓഫ് എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമ്മളെ എന്താ പോളറൈസേഷൻ ഐഡന്റിറ്റി കോംപ്ലക്സ് കേസിൽ നമ്മൾ എങ്ങനെ പറയും? ഇൻ ടേംസ് ഓഫ് നോമിൽ നമ്മൾ എങ്ങനെ പറയും? 4 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് നോം ഓഫ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു നോം ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു നോം ഓഫ് എക്സ് മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയും. ഇനി തിയറം 1 പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ആൻഡ് നോംസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇന്നർ പ്രൊഡക്റ്റും നോംസും എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റും നോമും എന്താണ്? ഫംഗ്ഷൻസ് ആണെന്ന് അറിയാലേ. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ക്രോസ് എക്സിൽ നിന്ന്, ഇന്നർ പ്രൊഡക്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ക്രോസ് എക്സിൽ നിന്ന് കെയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. നോം എന്ന് പറയുന്നത് എന്താണ്? നോം എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ടും ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻസിൽ എന്ത് ചെയ്യാം? കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? മെട്രിക്സിന്റെ കണ്ടിന്യൂറ്റി ആണ്. മെട്രിക്സിന്റെ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമുക്ക് എന്താ പറയാ, ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് നോം ഡിഫൈൻ ചെയ്യാം. നോമിൽ എന്താണ്? നോം ലീനിയർ സ്പേസിൽ നമുക്കൊരു മെട്രിക് ഡിഫൈൻ ചെയ്യാം. അതായത് മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ നോം. അപ്പൊ നമുക്കൊരു മെട്രിക്സിന് എന്തുണ്ട്? ഒരു മെട്രിക് സ്പേസിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് മെട്രിക് സ്പേസിൽ നമ്മൾ കണ്ടിന്യൂറ്റി പറയാം? എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണ്. വൈ ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെട്രിക് സ്പേസ് ആണ്. എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യും. ഒരു ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് xn sequence xn converges to x implies f of xn converges to f of x എന്ന് പറയും അല്ലേ? as n tends to infinity. ഇനി ഇവിടെ നമ്മുടെ എഫ് എന്ന് പറയുന്നത് എന്താണ്? മെട്രിക് ആണ്, ഡി ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ എന്ത് പറയും? ഡി എക്സ് ഓഫ് എക്സ് എൻ ഓഫ് എക്സ് ടെൻസ് ടു 0 as n tends to infinity implies dy of f of xn comma f of x tends to 0 as n tends to infinity എന്ന് പറയും. ഇതാണ് നമ്മുടെ മെട്രിക് സ്പേസിലുള്ള കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ. ഇനി നമ്മളിവിടെ പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോമും എന്താണ്? ഇന്നർ പ്രൊഡക്റ്റും കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോം ആണ്, നോം ഓഫ് എക്സ് ആണ്. അതുപോലെ നമ്മളെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്നുള്ളത് നമ്മൾ എന്താണ്? ജി ഓഫ് എക്സ് വൈ എന്നാണ്. ഇവിടുത്തെ ഫംഗ്ഷന് നോം ഓഫ് എക്സും ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ആണ്. ഇതെന്താണ്? ഫംഗ്ഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നോം കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഒരു സീക്വൻസ് എക്സ് എടുത്തു. ഇവിടെ എക്സില് എക്സ് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണ്. എക്സ് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണ്. അതിൽ നമ്മളൊരു സീക്വൻസ് എടുത്തു. ഈ സീക്വൻസ് എന്ന് പറയുന്നത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് ഇൻ എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് നോം ഓഫ് എക്സ് എൻ കൺവേർജസ് ടു നോം എക്സ് ഇൻ ആർ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നോം ഓഫ് എക്സ് എൻ ടെൻസ് ടു എക്സ് ഇൻ ആർ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു എക്സിനെ കൺസ്ട്രക്ട് ചെയ്തു. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്നുള്ളതാണ്. നമ്മൾ എക്സ് എടുത്തു. അപ്പൊ നോം ഓഫ് എക്സ് എന്തായിരിക്കും? നോം ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ ആണ് അല്ലെ? നമ്മളിവിടെ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ്
നോം വൈ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് അറിയാലോ, നോം ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈ. ആ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമ്മളിവിടെ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? നോം എക്സ്, ഈ പ്ലസ് വൈനെ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നോം എക്സ് മൈനസ് നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ വൈ ചൂസ് ചെയ്യുന്നു. വൈ എന്ന് പറഞ്ഞാൽ എക്സ്, എക്സ് മൈനസ് വൈ മൈനസ് എക്സ്, ഇതാണ് നമ്മുടെ വൈ ചൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് നോം വൈ? നമുക്ക് എങ്ങനെ എഴുതാം? നോം ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് നോമോ മൈനസ് എക്സ് എന്ന് എഴുതാം. നമുക്ക് അറിയാലോ അല്ലേ, നോം ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും നോം എക്സും ഈക്വൽ ആണ്. അതെന്താണ്? ഹോമോജനിറ്റി പ്രോപ്പർട്ടി പ്രകാരം -1 പുറത്തേക്ക് വരും. അപ്പൊ മോഡുലസ് ഓഫ് -1 എന്താണ്? ഇപ്പൊ 1 തന്നെയാണ്. അപ്പൊ നോം എക്സ് എന്ന് കിട്ടും നമുക്ക്. അപ്പൊ നോം വൈ നമുക്ക് ഈ പ്ലസ് എക്സ് കണ്ടുവരുമ്പോൾ മൈനസ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഓഫ് നോം എക്സ് മൈനസ് നോം വൈ എന്ന് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ 1ഉം 2ഉം ഇക്വേഷൻസ് കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് നോം എക്സ് മൈനസ് നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയല്ലേ. ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനെ കമ്പൈൻ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് മോഡുലസ് ഓഫ് നോം എക്സ് മൈനസ് നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ. നമുക്കറിയാം എക്സ് എക്സിലേക്ക് കൺവെർട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്തായിരിക്കും? ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ബിക്കോസ് എക്സ് എന്നും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും, ഈ എക്സ് എൻ എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? മോഡുലസ് ഓഫ് നോം ഓഫ് എക്സ് എൻ മൈനസ് നോം എക്സ് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും പൊസിഷനിൽ, അതായത് ഇക്വേഷൻ 3 എക്സിന് നമ്മൾ എക്സ് എൻ എന്നും വൈയെ എക്സ് എന്നും റീറൈറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താവും? മോഡുലസ് ഓഫ് നോം ഓഫ് എക്സ് എൻ മൈനസ് വൈയുടെ പൊസിഷനിൽ എക്സ് എന്നാവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്നാവും. ഇനി നമ്മൾ ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്തിലേക്ക് പോകും? 0യിലേക്ക് പോകും. മോഡുലസ് ഓഫ് എക്സ് എൻ, മോഡുലസ് ഓഫ് നോം ഓഫ് എക്സ് എൻ മൈനസ് നോം എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതെ, ഇന്നർ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സീക്വൻസ് എടുത്തു. എക്സ് എൻ ടെൻസ് ടു എക്സ് ഇൻ എക്സ് ആൻഡ് വൈ എൻ ടെൻസ് ടു വൈ ഇൻ എക്സ്. രണ്ട് സീക്വൻസുകൾ എടുത്തു. ഇവിടെ എക്സ് എൻ എന്ന ഒരു സീക്വൻസും വൈ എൻ എന്ന സീക്വൻസും. എക്സ് എൻ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, വൈ എൻ വൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സീക്വൻസ് എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? We want to prove that inner product of xn comma yn converges to inner product of xy as n tends to infinity. ഈ ഒരു കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ വൈ എൻ കൺവെർജസ് ടു എക്സ് ഇന്നർ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പ്രൂവ് ചെയ്താലും മതി അല്ലേ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് വൈ എൻ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു മൈനസ്
ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്നെ നമ്മളിവിടെ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യും ചെയ്യും വേണം, ഇത് മൈനസ് ചെയ്യും വേണം. എന്താണ് ഇത് ആഡും കൂടി ചെയ്തു. ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കോമ വൈ എൻ. നമ്മൾ ലീനിയാരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നു ഫസ്റ്റ് വേരിയബിൾ. ഈ രണ്ട് ടേമിൽ നമ്മൾ എന്ത് ചെയ്തു? ലീനിയാരിറ്റി ഇൻ ഫസ്റ്റ് വേരിയബിൾ യൂസ് ചെയ്തു. ഈ ടേമിൽ ലീനിയാരിറ്റി ഇൻ ദ സെക്കൻഡ് വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കിട്ടും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ എൻ മൈനസ് വൈ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കോമ വൈ എൻ പ്ലസ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ എൻ മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് കിട്ടിയത് ഇപ്പൊ എങ്ങനെയാണ്? മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ കോമ വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് കോമ വൈ എൻ പ്ലസ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് കോമ എക്സ് വൈ എൻ മൈനസ് വൈ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എന്താണ്? നമുക്ക് ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി അറിയാം. മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എന്താണ്? നോം എക്സ് ഇൻറ്റു നോം വൈ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ അത് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് ടേമിന്, അതായത് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വൈനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇൻറ്റു നോം വൈ എൻ പ്ലസ് സെക്കൻഡ് ടേമിന് നോം എക്സ് ഇൻറ്റു നോം ഓഫ് വൈ എൻ മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. നോം വൈ എൻ എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? നോം വൈ എൻ ബിലോങ്സ് ടു ആർ. നമുക്ക് ആറിൽ എന്താണ്? ഇപ്പോൾ നോമ് വൈ എൻ എവിടേക്ക് കൺവേർട്ട് ചെയ്യും? വൈയിലേക്ക്, നോമ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് ആറിൽ എന്ത് പറയാം? എവരി കൺവെർജൻറ്റ് സീക്വൻസ് ഇൻ ആർ ഈസ് ബൗണ്ടഡ്. എവരി കൺവെർജൻറ്റ് സീക്വൻസ് ഇൻ ആർ ഈസ് ബൗണ്ടഡ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കെ ചൂസ് ചെയ്യാം. ദർ എക്സിസ്റ്റ് എ കെ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം ഓഫ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഓർ നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. സിമിലർലി നമുക്ക് എന്തിനും പറയാം നോം ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് നോം ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ്? നമുക്ക് എന്താണ്? നോം കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്താണ്? അത് കൺവേർട്ട് ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ടേംസിനെ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇൻറ്റു വൈ എൻ, ഇതിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. നോം വൈ എൻ എന്ന് പറയുന്നത് കെ ഇൻറ്റു നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് കെ ഇൻറ്റു നോം ഓഫ് വൈ എൻ മൈനസ് വൈ എന്ന് എഴുതാം. നമുക്ക് ഈ കെനെ പുറത്തേക്ക് എടുത്താൽ എക്സ് നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് നോം ഓഫ് വൈ എൻ മൈനസ് വൈ. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് പോവും? ഈ ടേംസ് ടെൻസ് ടു 0. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ഇൻറ്റു 0, നമുക്കൊരു 0 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? നമുക്ക് നമ്മളെ പ്രൂഫ് ആണ് നോം ഓഫ് എക്സ് എൻ മോഡുലസ് ഓഫ് എക്സ് എൻ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ എൻ എക്സ് എൻ കോമ വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇത് ടെൻസ് ടു 0 എന്ന് കിട്ടും. അപ്പൊ നോം ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ കോമ വൈ എൻ എന്നുള്ളത് എന്താണ്? ടെൻസ് ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി പറയുന്നത് പാരലോഗ്രാം ലോ ആണ്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. അതിലൊരു നോം ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു എക്സ്, നോം ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് നോം ഓഫ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു നോം ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോം ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു നോം എക്സ് സ്ക്വയർ പ്ലസ് 2 നോം വൈ സ്ക്വയർ. അപ്പൊ നോം ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ ആണ് അല്ലേ? അതുപോലെ നോം ഓഫ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ കോമ
എക്സ് മൈനസ് വൈ ആണ്. നമ്മൾ ഇതിനെങ്ങനെ എഴുതാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ കോമ എക്സ് മൈനസ് വൈ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലാബറേറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. നോം ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ വൈ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ എക്സ് പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ വൈ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ എക്സ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൈ എക്സും ക്യാൻസൽ ആയി പോവും. പിന്നെ ഈ എക്സ് വൈയും ക്യാൻസൽ ആവും. അപ്പം നമുക്കുള്ളത് 2 ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ വൈ ആണ് നമുക്കുള്ളത്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് എന്താണ്? നോം ഓഫ് എക്സ് സ്ക്വയർ ആണ്. 2 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ എന്നുള്ളത് നോം വൈ സ്ക്വയർ ആണ്. റിമാർക്ക് 4 പറയുന്നത് ഒരു പ്ലെയിനിലുള്ള പാരലോഗ്രാമിന്റെ സൈഡ്സ് ആയിട്ട് നമ്മൾ എക്സിനെയും വൈയെയും കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എന്തായിരിക്കും? അതിന്റെ ഡയഗണൽ ആയിരിക്കും അല്ലെ? പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് എന്താണ് പറയുന്നത്? The sum of squares of length of diagonal of a parallelogram equals the sum of all squares of the sides of parallelogram. അതായത് ഈ ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സം എടുത്താൽ ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആൾ സൈഡ്സ് ഓഫ് പാരലോഗ്രാം. പാരലോഗ്രത്തിന്റെ എല്ലാ സൈഡിന്റെയും സ്ക്വയർ എടുത്തതാണ്. അതാണ് 2 നോം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് ഇപ്പോൾ ഒരു സൈഡ് എക്സ് എന്നാണെങ്കിൽ എന്താണ്? അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും എക്സ് ആയിരിക്കും. ഒരു സൈഡ് വൈ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും എന്തായിരിക്കും? വൈ ആയിരിക്കും. മാർക്ക് 5 പറയുന്നത് ഒരു നോമഡ് ലീനിയർ സ്പേസിലെ നോം പാരലോഗ്രാം ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അതെന്താവില്ല? അത് നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ് ആവില്ല. അതായത് നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താവും? അത് പാരലോഗ്രാം ലോ സാറ്റിസ്ഫൈ ചെയ്യും. അത് നമുക്കറിയാലോ, എല്ലാ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും നോമഡ് ലീനിയർ സ്പേസ് ആണ്. പക്ഷെ എല്ലാ നോമഡ് ലീനിയർ സ്പേസും എന്താവില്ല? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് അല്ല. അതുകൊണ്ട് തന്നെ അത് കോൺവേഴ്സ്, അതായത് ഇപ്പോൾ നോമഡ് ലീനിയർ സ്പേസ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആവണമെങ്കിൽ എന്താവണം? അത് പാരലോഗ്രാം ലോ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സാമ്പിൾ 4 പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു നോമഡ് ലീനിയർ സ്പേസ് ആണ്. അതിൽ നമ്മൾ ഒരു മെട്രിക് ഡിഫൈൻ ചെയ്യുന്നു. ആ മെട്രിക് എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എക്സ് വൈ ആണ്. ഇതാണ് മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ നോം. ഇതാണ് പ്രൊപ്പോസിഷൻ 4 പറയുന്നത്. അത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യുന്നതാണ്. ഈ എക്സാമ്പിളിൽ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് സി നോട്ട് ആണ്. സി നോട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സ്കെയിലർ സീക്വൻസ് ഇൻ വിച്ച് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആർ നോൺ സീറോ. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആർ നോൺ സീറോ ആയിട്ടുള്ള, ബാക്കി ടേംസ് സീറോ ആയിട്ടുള്ള സ്കെയിലർ സീക്വൻസിന്റെ കളക്ഷനാണ് ഈ സി നോട്ട് എന്ന് പറയുന്നത്. ഈ സി നോട്ട് എന്താണ്? ഒരു നോമഡ് ലീനിയർ സ്പേസ് ആണെന്നുള്ളതാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ. അപ്പൊ നമുക്കറിയാം എന്താണ് ഡി ഓഫ് എക്സ് വൈന്റെ ഫസ്റ്റ് കണ്ടീഷൻ പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ് ആണ്. അപ്പൊ ഡി ഓഫ് എക്സ് വൈ എന്താണ്? നോം ഓഫ് എക്സ് വൈ ആണ്. നോം ഓഫ് എക്സ് മൈനസ് വൈ ആണ്. നോം എക്സ് മൈനസ് വൈ എന്താണ്? ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് മെട്രിക് സ്പേസ് ആവാനുള്ള ഫസ്റ്റത്തെ കണ്ടീഷൻ ആണ്. ഡി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ നമ്മൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യും. അപ്പൊ നോം ഓഫ് എക്സ് വൈ ആണ്. നോം ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഇറ്റ് ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. ഇറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. സിമിലർലി നമുക്ക് കോൺവേഴ്സ് പാർട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നോം ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നോം ഓഫ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു നോം 0 ആണ്. നോം 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇറ്റ് ഇംപ്ലൈസ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഒന്നാമത്തെ പാർട്ട് പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ പാർട്ട് ഡി ഓഫ് വൈ എക്സ് ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ എന്നാണ്. അപ്പൊ ഡി ഓഫ് എക്സ് വൈ നമ്മൾ എടുത്തു. ഡി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നോം ഓഫ് എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. നമുക്കറിയാം നോം എക്സ് എന്ന് പറഞ്ഞാലും
നോം ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അപ്പൊ ഇതിന് മൈനസ് ഇത് ഈക്വൽ ടു ന്യൂം ഓഫ് വൈ മൈനസ് എക്സ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഓഫ് വൈ എക്സ് ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. ഡി ഓഫ് എക്സ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ സെഡ്. നമുക്ക് ഡി ഓഫ് എക്സ് സെഡിനെ എങ്ങനെ എഴുതാം? നോം ഓഫ് എക്സ് മൈനസ് സെഡ് എന്ന് എഴുതാം. ഇത് ഈക്വൽ ടു നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നോമിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നോം ഓഫ് എക്സ് മൈനസ് വൈ പ്ലസ് നോം ഓഫ് വൈ മൈനസ് സെഡ് എന്ന് എഴുതാം. നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഡി ഓഫ് എക്സ് വൈ ആണ്. നോം ഓഫ് വൈ മൈനസ് സെഡ് എന്നാണ് ഡി ഓഫ് വൈ സെഡ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി നോട്ട് എന്ന് പറയുന്നത് നോർമൽ ലീനിയർ സ്പേസ് ആണെന്നുള്ളതാണ്. അപ്പൊ സി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഫോർ സ്കെയിലർ സീക്വൻസ് വിച്ച് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആർ നോൺ സീറോ. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇത് നോർമൽ ലീനിയർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതൊരു വെക്റ്റർ സ്പേസ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലേ? വെക്റ്റർ സ്പേസ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ഇവിടെ അതിന്റെ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു സി നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആൽഫ ഇൻറ്റു എക്സ് ബിലോങ്സ് ടു സി നോട്ട്. അതിന് വേണ്ടി നമ്മൾ എക്സ് എന്ന് ചൂസ് ചെയ്യുന്നത് x1, x2, xn എക്സെട്ര. വൈ എന്ന് പറയുന്നത് y1, y2, yn എക്സെട്ര. എക്സ് പ്ലസ് വൈ എന്താവും? x1 പ്ലസ് y1, x2 പ്ലസ് y2, xn പ്ലസ് yn എന്നുള്ളതാണ്. ഇതെന്താണ്? എക്സും വൈയും സി നോട്ടിലുള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് നോൺ സീറോ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈയിലും എന്തായിരിക്കും? ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും നോൺ സീറോ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? സി നോട്ടിലുണ്ട് എക്സ് പ്ലസ് വൈ. ഇനി നമുക്ക് ആൽഫ ഇൻറ്റു എക്സ് ചെക്ക് ചെയ്യണം. ആൽഫ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു x1, ആൽഫ ഇൻറ്റു x2, ആൽഫ ഇൻറ്റു xn എക്സെട്ര. ഇതിലിപ്പോൾ കുറേ ടേംസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലേ? ആ സീറോ ടേമിന് നമ്മൾ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ടേംസ് സീറോ ആയിട്ട് കിട്ടും. ഇനി എന്ന് പറയുന്നത് ഇനി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എന്തുണ്ട്? നോൺ സീറോ ആയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും? അത് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ എന്താ നോൺ സീറോ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇത് എന്തിലുണ്ട്? സി നോട്ടിലുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മളൊരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് ഐ വൈ ഐ കോഞ്ചുഗേറ്റ്. ഇനി നമുക്കിത് വെൽ ഡിഫൈൻഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെന്താണ്? എക്സ് ഐ വൈ ഐ കോഞ്ചുഗേറ്റ് പ്ലസ് x2 y2 കോഞ്ചുഗേറ്റ് പ്ലസ് x3 y3 കോഞ്ചുഗേറ്റ് എക്സെട്ര എക്സെട്ര xn yn കോഞ്ചുഗേറ്റ്. ഇതിൽ ഒരുപാട് ടേംസ് എന്തായിട്ട് പോകും? സീറോ ആയിട്ട് പോകും. ഇതിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് നോൺ സീറോ ആയിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പൊ ഇതെന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. ഇനി നമുക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോം പറയാം അല്ലെ? നോം ഇൻഡ്യൂസ്ഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ്. നോം ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഓൾ റൈസ് ടു 1/2. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഓൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് ഐ കോഞ്ചുഗേറ്റ് ഓൾ റൈസ് ടു 1/2. ഇതെന്താണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് ഐ മോഡുലസ് ഓഫ് എക്സ് ഐ സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ഇതാണ് നമ്മുടെ നോം. ഈ ഒരു നോം നമ്മൾ എന്താണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു എൻ എക്സ് ഐ ഓൾ റൈസ് എക്സ് മോഡുലസ് ഓഫ് എക്സ് ഐ സ്ക്വയർ ഓൾ റൈസ് ടു 1/2 എന്നുള്ളത് നമ്മൾ നോർമൽ ലീനിയർ സ്പേസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്താൽ മതി? അതുപോലെ ഇതൊരു നോർമൽ ലീനിയർ സ്പേസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ 1-2 എക്സാമ്പിൾസും മെട്രിക് ഇൻഡ്യൂസ്ഡ് ബൈ നോം പിന്നെ പ്രൊപ്പോസിഷൻസും കാര്യങ്ങളുമാണ്. അപ്പം അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വരിക. അത് കൂടാതെ
സി നോട്ട് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അത് നോർമൽ ലീനിയർ സ്പേസിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വരിക. ഓക്കെ, താങ്ക് യു.